പത്തനംതിട്ട തുലാപ്പള്ളിയിൽ ഗ്രഹനാഥനെ കാട്ടാന ചവിട്ടിക്കൊന്ന പ്രദേശത്ത് വീണ്ടും ആനയുടെ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം സ്ഥലത്തിറങ്ങിയ കാട്ടാനയെ വനപാലകർ കാട്ടിലേക്ക് തുരത്തി അയച്ചു. ഇതോടെ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഓട്ടോ ഡ്രൈവറായ ബിജു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനുശേഷവും കാട്ടാനക്കൂട്ടം പ്രദേശത്തിറങ്ങി. ഇതോടെ വട്ടപ്പാറ PRC മലയിൽ കഴിയുന്ന കുടുംബങ്ങൾ ഭീതിയിലാണ്. പകല് പോലും പുറത്തിറങ്ങാൻ ഭയക്കുന്നു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞാൽ ഉടൻ ബന്ധപ്പെടാൻ നാട്ടുകാർ ചേർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. കഴിഞ്ഞ 4 ദിവസമായി സ്ഥിരമായി ആനയുടെ സാന്നിധ്യം പ്രദേശത്ത് കാണപ്പെടുന്നുണ്ടെന്ന് തുലാപ്പള്ളി പഞ്ചായത്ത് അംഗം പറയുന്നു. ഇന്നലെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഈ കൊലപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ ആന വീണ്ടും എത്തിയിരിക്കുക. ഇന്നലെ ഏകദേശം രാത്രി 11 മണി ആയപ്പോൾ വനപാലകരും വന്നിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഇതിനെ ഓടിച്ച് ഏകദേശം 100 മീറ്ററോളം അകലെ വരെ കൊണ്ടുവിട്ട് തിരിച്ചു വന്നെങ്കിലും വീണ്ടും അത് അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇരുട്ടിൻ്റെ മറവിൽ നിലയുറപ്പിച്ചിരിക്കുക. അപ്പോൾ ഇവർ നിൽക്കുമ്പോൾ തന്നെ കാട്ടുപോത്ത് കടന്നു വരുന്നു, മറ്റ് വന്യമൃഗങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ ഇത് നിരന്തരമായിട്ട് വന്യമൃഗങ്ങളുടെ ഒരു വേട്ടയാടൽ ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ ആശങ്ക വർദ്ധിച്ചതോടെ കണമന സ്റ്റേഷനിൽ നിന്നും വനപാലകരും റാന്നിയിൽ നിന്നെത്തിയ ദ്രുതകർമ്മസേനയും കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ പ്രദേശത്ത് റോന്ത് ചുറ്റിയിരുന്നു. ജനം, പത്തനംതിട്ട.